ബൈബിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കുമ്പോൾ സന്തോഷം തോന്നിയാൽ നീ ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ സന്തോഷം തോന്നാം. കർത്താവിൻ്റെ നാമത്തിൽ ചെറിയ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ചെറിയ ആക്ഷേപങ്ങൾ കേൾക്കണം, പിന്നെയാണ് പുറത്തുനിന്ന് കേൾക്കണം. ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് സന്തോഷം തോന്നണം. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നീ വിശ്വാസി എന്നതിൽ നിന്ന് നീ ഒരു ശിഷ്യനായിട്ട് കർത്താവ് നിന്നെ ഉയർത്തിയെന്നാണ്. സന്തോഷം തോന്നിയാലേ ആ ശിഷ്യനാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കും ആ വൈരാഗ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിരാശ പോകും. ഞാനീ പരിപാടിക്ക് പോയിട്ടാണല്ല ആൾക്കാരെ കളിയാക്കണത് എന്ന് നിർത്തി കളയാന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയേക്കാൾ താന്നു പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ആഹ്ലാദമാണ് നമുക്ക് വേണ്ടത് എപ്പോഴും. ഓരോ ദിവസവും ഞാൻ വിശ്വാസ നിലവാരത്തിൽ നിന്ന് ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് നമ്മളത് 5:11 വായിച്ച്, മത്തായിയുടെ സുവിശേഷം 5:11-12 വായിച്ച്, നിത്യത എന്ന് പറഞ്ഞ സന്തോഷത്തിൻ്റെ കാര്യമാണെന്ന് ഈശോ പറയണത്. അപ്പോൾ നമ്മൾ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കണം, അല്ല മാത്രമല്ല സന്തോഷം, നിത്യതയാണ് ഒരു ദൈവവൈദ്യൻ്റെ സന്തോഷം. അപ്പോൾ നിങ്ങൾ കർത്താവിനെ പ്രതി ആരോപണങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താണ്? സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ നിത്യതയോട് സന്തോഷിക്കാനാണ് പറയണത്. അനുദിന ജീവിതത്തിലെ സുവിശേഷത്തിനെ പ്രതി നമ്മൾ കേൾക്കുന്ന ക്ലേശം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. അതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ദൈവവേല ചെയ്യുമ്പോൾ, പ്രാർത്ഥനയെ പ്രതിയോ ആധ്യാത്മിക ജീവിതത്തെ പ്രതിയോ നമ്മൾ തള്ളിപ്പറത്തി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം നമ്മൾ വിശ്വാസ നിലവാരത്തിൽ നിന്ന് നമ്മൾ സാക്ഷിയുടെയും ശിഷ്യൻ്റെയും നിലവാരത്തിലേക്ക് ഉയരണം. അങ്ങനെ ദൈവം നിങ്ങൾ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.